ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ എടത്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളിവിടെ കസിൻ്റെ കല്യാണത്തിന് വന്നതാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. ബാ. ഇതാണ് ഞങ്ങൾ വന്ന ഹോം സ്റ്റേയുടെ ഫ്രണ്ട് സൈഡ്. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ പേര് റിവർ സൈഡ് ഇൻ മുട്ടാർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ ഇതിങ്ങനെയുണ്ട്, കായലാണ് ഫുള്ള്. എന്നിട്ടൊരു ബോട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോ വീടിന് മുന്നിലും സ്റ്റെപ്സ് ഉണ്ട്, ഇറങ്ങാൻ കായലിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നോക്കുമ്പം അവിടെ മീനുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടു. കുഞ്ഞു കുഞ്ഞു മീനുകൾ കുറേ ഉണ്ടായിരുന്നു, സ്റ്റെപ്പിനടുത്ത് തന്നെയായിരുന്നു. മീനുകളെ കണ്ടപ്പോൾ നൊസ്റ്റാൾജിയ അടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സമ്മർ വെക്കേഷനിൽ നാട്ടിൽ പോകുമ്പോൾ തോട്ടിൽ പോയിട്ട് ഇങ്ങനെ മീനിനെ പിടിക്കുമായിരുന്നേ, ആ ഒരു ഓർമ്മ വന്നു. ഇതാണ് ഞങ്ങൾ വന്ന് സ്റ്റേ ചെയ്ത ഇത് ഹോം സ്റ്റേ. ഇതാണ് എൻട്രൻസ്. താഴെ ഇവിടുത്തെ ഓണറാണ് താമസിക്കുന്നത്. മുകളിലേക്കാണ് അവർ ഇത് റൂം കൊടുത്തേക്കുന്നത്. വീടിൻ്റെ ഒരു സൈഡിൽ കൂടിയായിരുന്നു സ്റ്റേഴ്സ് കയറിയിട്ട് നമുക്കുള്ള റൂം. ഞങ്ങൾക്ക് കിട്ടിയ വീട് ഒരു 3 ബെഡ്റൂമും ഹാളും സിറ്റ് ഔട്ടും ആയിട്ടുള്ളതായിരുന്നേ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അതിൽ ഒരു ബെഡുണ്ട്, പിന്നെ പിള്ളേർക്കുള്ള ബെഡുണ്ട്, പിന്നെ ഇതൊരു ഡ്രസ്സിങ് റൂം ആൻഡ് ബാത്റൂം. പിന്നെ ഇതാണ് ഹാൾ. ഡൈനിങ് ടേബിളും പിന്നെ ഇവിടെ കുറേ ആൻറ്റിക് പീസസുകളുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഞാൻ ലാസ്റ്റ് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാം. ഇതാണ് സിറ്റ് ഔട്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാനും പിന്നെ അത് അയണിങ് ടേബിളുണ്ട്, പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ലൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പം അവിടെ കായൽ കാണാം, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇതാണ് ഇനിയൊരു ബെഡ്റൂം. ഇവിടെയും 3 ബെഡ് ഉണ്ടായിരുന്നു, ടി വി ഉണ്ടായിരുന്നു. എല്ലാം മൂന്ന് റൂമിലും ടി വി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ബാത്റൂം. വീട് ഷിഫ്റ്റിങ്ങും ഈസ്റ്ററും എൻഗേജ്മെൻറ്റും ഇപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ വരാത്തത് കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് വേണം ആദ്യം എൻ്റെ ടേബിളൊന്ന് സെറ്റാക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചായിട്ട് വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, കോമൺ ബാത്റൂമുകളിൽ. ഇവിടെയും ബെഡുണ്ട്, 3 ബെഡുണ്ട്. പിന്നെ ഇതാണ് കോമൺ ബാത്റൂം. ഈ ബാത്റൂമിലൊരു സാധനം കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഈ കൊട്ടയിൽ ഗ്ലാസ് ബൗളിൽ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൈൻ കോണും പിന്നെ ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലാവില്ല, ഇതിൻ്റെ ഒരു കായാന്ന് തോന്നുന്നു. പിന്നെ ഇതും പൈനിൻ്റേത് തന്നെയാണ്. പിന്നെ ഇതൊരു തടി കഷ്ണം പെയിൻ്റാക്കി വെച്ചേക്കുന്നത്. ഇത് മറ്റേ ബലൂണിൽ ഗമ്മിൽ നൂല് ചുറ്റിയിട്ടാക്കിയല്ലേ അത്. പിന്നെ 3ാമത്തെ നിലയിൽ ഡോർമെട്രി ആയിരുന്നു, അതായിരുന്നു അത്.
വൈകുന്നേരം 4 മണിക്കായിരുന്നു കുർബാനയും കിട്ടും. അത് കഴിഞ്ഞിട്ട് റിസപ്ഷന് സെൻറ്റ് ആൻസ് കൺവെൻഷൻ ഹാളിലേക്ക് പോയി. കല്യാണ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ എടത്തുവയിൽ ഫേമസ് പള്ളിയായ സെൻറ്റ് ജോർജ് ഫോറൈൻ ചർച്ചിലേക്ക് ഞങ്ങൾ പോയായിരുന്നു. അവിടെ പള്ളി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക, 10 ദിവസത്തെ പെരുന്നാൾ. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ ഓരോരുത്തർ നേർച്ച നേരുന്നത് ഞാൻ കണ്ടായിരുന്നു. തലയിൽ കട്ട വെച്ചിട്ട് അതുണ്ടോ, കട്ട തലയിൽ വെച്ച് പള്ളിയിൽ ചുറ്റും നടന്ന് അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് കൺവെൻഷൻ ഹാള്. ഡെക്കറേഷനൊക്കെ സൂപ്പർബായിരുന്നു. നല്ല ഡെക്കറേഷനും ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ 8:45 ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണേ. അപ്പം ഞാൻ വീഡിയോസ് ഇടുന്ന നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.